ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി. ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും. ഒപ്പം പ്ലാന്റിങ്ങിന് സ്ഥലമെടുക്കുകയും ചെയ്യുന്നു. ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി, മേപ്പാടം, ചേലക്കര. ഫോൺ 8848581955 9074295770. ചേലക്കര കാളിയാറുട പള്ളിയിലേക്ക് ഇന്ന് വേറിട്ടൊരു നേർച്ച വരവേൽപ്പ് നടന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫീഖാണ് നേർച്ച വരവേൽപ്പ് നടത്തിയ താരം. വാർത്ത കാണാം. കാളിയാറോട് ചന്ദനക്കുടം ആണ്ടുനേർച്ച എത്തുന്നതിനു മുന്നേ നേർച്ച വരവേൽപ്പുമായി എത്തിയിരിക്കുകയാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫീഖ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 15-ാം വാർഡിൽ നിന്ന് താൻ വിജയിച്ചു വന്നാൽ കാൽനടയായി കാളിയാറോട് പള്ളിയിലെത്തി പ്രാർത്ഥിക്കാമെന്ന നേർച്ച നിറവേറ്റാനാണ് ഫൗസിയ ഷഫീഖ് എത്തിയത്. നേർച്ച ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന വാർഡായിരുന്നു ഞങ്ങളുടെ വാർഡ്. അപ്പൊ ഞാൻ നിൽക്കുമ്പോൾ മുൻപരിചയമില്ലാത്തൊരു വ്യക്തി നിൽക്കുന്നു എന്നുള്ളൊരു ആരോപണവും പിന്നെ എന്നെ കൊണ്ട് എന്തിന് കഴിയും അങ്ങനെയുള്ളൊരു തോട്ടും ഞങ്ങളുടെ വാർഡിലുള്ള പല ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ താൻ പാതി ദൈവം പാതിയാണല്ലോ. എൻ്റെ വിശ്വാസവും എൻ്റെ കൂടെ ഉള്ളവരുടെ വിശ്വാസം എനിക്കുണ്ട്. അതിന് പുറമെ ദൈവം കൂടെ നമ്മളെ സഹായിച്ചാലാണ് നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്, എൻ്റെ ഏട്ടത്തമ്മ ഉണ്ട്, റിലേറ്റീവ്സും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ അന്ന് തീരുമാനിച്ചാണ്, ഇലക്ഷന് മുന്നേ വോട്ടിങ്ങിന്റെ തലേ ദിവസം തീരുമാനിച്ച കാര്യമാണ് ഇതുപോലെ ജയിച്ചു കഴിഞ്ഞാൽ നടന്നു വരാന്നുള്ളത്. ഇന്നാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയത്. ഇത്ര ദിവസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പും അതിനോടനുബന്ധിച്ച് മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ഇന്നാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പം ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് രാവിലെ ഞങ്ങൾ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്നുള്ളത്. എത്ര മണിക്ക് എത്തും എന്നുള്ളതില്ല, റെസ്റ്റ് ചെയ്ത് പതുക്കെ നമുക്ക് പോവാന്നുള്ള രീതിയിലാണ്. അതോടൊപ്പം വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ അവിടെ സെലാത്തുണ്ട്, അതിനോടനുബന്ധിച്ച് ചീർണി കൊടുക്കാന്ന് നേർന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കൊടുക്കണം. അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളൊന്ന് നടന്നിറങ്ങിയതാണ്. രാവിലെ 10 മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ഫൗസിയ ഷഫീഖ് ഉച്ചയോടെയാണ് കാളിയാറോട് പള്ളിയിലെത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണത്തിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ നേർച്ച നിറവേറ്റാനും ഒപ്പമുണ്ടായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ കൂടെ. കാരണം ഇവരാരും ഞങ്ങളുടെ വാർഡിൽ നിന്ന് ഇങ്ങനെ മുന്നിൽ നിന്നുണ്ട്, ഇലക്ഷൻ ആളുകൾ നിന്നുണ്ടെങ്കിലും ഇവരെ പോലുള്ള ചെറുപ്പക്കാരും ഇലക്ഷൻ രംഗത്ത് ഇറങ്ങി വന്നിട്ടില്ല. ഞാനിവരൊരു സുഹൃത്തും പിന്നെ റിലേറ്റീവും എല്ലാം ആയതുകൊണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് നിൽക്കണോണ്ട് ഇവർ എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഇലക്ഷന് ഡേ 1 മുതൽ ജയിച്ചത് വരെയുള്ള ആഹ്ലാദ പ്രകടനം വരയ്ക്ക് ഇവരെൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ അതിന് മാത്രം കൂടെ കൂട്ടിയാൽ പോരല്ലോ. ഇനി ഇവിടെ നിന്നുള്ള 5 വർഷം വരെ എൻ്റെ കൂടെ വേണ്ടേ? 5 വർഷം മാത്രമല്ല, എന്നെ പ്രതിനിധി കൊടുത്ത് അടുത്ത പ്രാവശ്യം നിൽക്കണവർക്കും ഇവരൊരു കരുത്തും സപ്പോർട്ടും വേണം എന്നുള്ള ഒരു ഉറപ്പുകൊണ്ട് എന്നും വരെ എൻ്റെ കൂടെ ഉണ്ടാവും. ഇവരെ കൈവിടാതെ മുറുക്ക് പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ജൈത്രയാത്ര തുടങ്ങുകയാണ്. തന്റെ വാർഡിന്റെ പുരോഗതിക്കായി എപ്പോഴും മുൻപിലുണ്ടാകുമെന്ന് ഫൗസിയ ഷഫീഖ് പറഞ്ഞു. വാർഡില് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങളെ വാർഡിന് മാലിന്യ സംസ്കരണം, ഞാൻ മുന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്, മാലിന്യ സംസ്കരണത്തിനുള്ള ഉറവിടങ്ങൾ കുറച്ച് കുറവാണ്. അതായത് വീടുകളെല്ലാം 2 സെന്റിൽ 3 സെന്റിൽ എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ വാർഡിൽ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ആദ്യ നടപടികൾ ചെയ്യാനുള്ള പ്ലാനാണ്. അതിനുശേഷം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുണ്ട്, കോൺക്രീറ്റ് ചെയ്യാത്ത റോഡുകളുണ്ട്. കുറേ സ്ഥലങ്ങളിൽ പന്നികളുടെ ശല്യം കാരണം പോസ്റ്റിൽ ലൈറ്റ് ഇല്ലാത്ത ഏരിയ ഉണ്ട്. അപ്പം അതൊക്കെ വഴി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അംഗൻവാടികളിൽ കുറേ അറ്റകുറ്റപ്പണികളുണ്ട്. 3 അംഗൻവാടി ഉണ്ട് എൻ്റെ വാർഡിൽ. അപ്പം അതിന് വേണ്ട നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറും ആവണത്. അപ്പോൾ എൻ്റെ മുതിർന്ന ആളുകളോട് ഞാൻ അതിനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് ഓടിച്ചാടി എനിക്കൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് അവരോടുള്ള ഉപദേശങ്ങൾ തേടിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടിസ്ഥാന സൗകര്യം പോലെ തന്നെയാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിലും. വെക്കേഷൻ ആവുന്നുണ്ട്, കുറേ നല്ല നല്ല ആളുകളെ കൊണ്ടുവന്ന് നല്ല നല്ല ഗൈഡൻസ് ക്ലാസ്സുകളും കോച്ചിങ്ങുകളും കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ SIR-മായി ബന്ധപ്പെട്ട് കുറേ പേർക്ക് സംശയങ്ങളുണ്ട്, അതിനുവേണ്ടി ക്യാമ്പുകളും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ അത്യാവശ്യം ഡിഗ്രി ക്വാളിഫൈഡ് ഉള്ള ആളാണ്, 4 വർഷം അക്ഷയയിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അക്ഷയ മേഖലകളിലുള്ള കാര്യം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വാർഡിലുള്ള പുറമുള്ള അക്ഷയയിലേക്ക് വിടുന്നതിനേക്കാളും നല്ലത് ഞാൻ തന്നെ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് ഒന്നും കൂടെ എളുപ്പമാണല്ലോ.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം. ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13,000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.